നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJP ഒരു നിശബ്ദ വിപ്ലവം നടത്തുകയാണ്. ഏറെക്കുറെ കേരളത്തിലെ എല്ലാ വാർഡുകളിലും, കോർപ്പറേഷനാകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, ത്രിതല പഞ്ചായത്താവട്ടെ, ഏറെക്കുറെ എല്ലാ വാർഡുകളിലും ഇപ്പോൾ തന്നെ അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥികൾ അവിടെ നിശബ്ദ പ്രചരണത്തിലാണ്. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കഴിഞ്ഞു എന്ന് മാത്രമല്ല, വളരെ രഹസ്യമായി പ്രചരണ രംഗത്ത് ഇറങ്ങിക്കൊള്ളാൻ ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം അവർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ത്രിതല പഞ്ചായത്തുകളിലുമെല്ലാം ഓരോ വാർഡിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞ ഏക പാർട്ടി ഇപ്പോൾ കേരളത്തിൽ BJP ആണ്. നേരത്തെ തന്നെ ഏതാണ്ട് ഒക്ടോബർ അവസാന വാരത്തിൽ തന്നെ അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അവരോട് നിശബ്ദ പ്രചരണത്തിനായി, കാരണം വീട് വീടാന്തരം കയറുള്ള പ്രചരണത്തിന് ഏർപ്പെടാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. എല്ലാ വാർഡുകളിലും കേന്ദ്രീകരിച്ച് വാട്സാപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കാനുള്ള നിർദ്ദേശവും BJP നേതൃത്വം ഇവർക്ക് നൽകിയിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വാട്സാപ്പ് കൂട്ടായ്മകൾ എല്ലാ വാർഡുകളിലും കേന്ദ്രീകരിച്ച് വാട്സാപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വാട്സാപ്പ് കൂട്ടായ്മകളിലൂടെയായിരിക്കും അവരുടെ പ്രചരണം. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രത്യേക പ്രദേശത്തിന് വേണ്ടി ഒരു വാർഡിൽ ഒരു BJP സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ ആ വാർഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടും ആ വാർഡിലെ വോട്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പും എല്ലാം ഉണ്ടാക്കി ഒരു നിശബ്ദ പ്രചരണം നടത്തുക. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുക എന്നുള്ളൊരു തന്ത്രമാണ് BJP നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ത്രിതല പഞ്ചായത്തുകളിലുമെല്ലാം BJP കേരളത്തിലെ ഏറെക്കുറെ എല്ലാ വാർഡുകളിലും BJP തങ്ങളുടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വന്നിട്ടില്ല എന്ന് മാത്രം. പ്രഖ്യാപനം വരുന്നത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മറ്റേ നോമിനേഷനൊക്കെ നടക്കുകയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് കൃത്യമായിട്ട് അവർക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞു. CPM-നോ കോൺഗ്രസിനോ UDF-ലെ മറ്റ് കക്ഷികൾക്കോ ഒന്നും കഴിയാത്ത വിധത്തിൽ കൃത്യമായി സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. എല്ലാ വാർഡുകളിലും, കേരളത്തിലെ എല്ലാ വാർഡുകളിലും അവർ ഒക്ടോബർ അവസാന വാരം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞിരുന്നു. ഒക്ടോബർ അവസാന വാരം തന്നെ ഈ സ്ഥാനാർത്ഥികൾ വാട്സാപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കി ജനങ്ങളോട് സംവദിക്കാൻ തുടങ്ങിയിരുന്നു. ഒക്ടോബർ അവസാന വാരത്തോടെ ഏറെക്കുറെ വീട് വീടാന്തരം കയറിയുള്ള പ്രചരണങ്ങളും തുടങ്ങിയിരുന്നു. ഇതിന് പൈസ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊന്നും വിഷയമേ അല്ല. പ്രചരണം തുടങ്ങി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷയില്ലാത്ത സ്ഥലങ്ങളിൽ പരമാവധി വോട്ട് വർദ്ധിപ്പിക്കുക, BJPക്ക് പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിൽ ആ വാർഡുകൾ പിടിച്ചെടുക്കുക. ഇതാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കൂടുതൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രത്തിലും ഇത്തവണ BJP ഊന്നുന്നുണ്ട്. ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് BJP പോയിരുന്നില്ല. കൂടുതലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലാണ് BJP നീക്കങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും കൂടാതെ ത്രിതല പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളും, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം, അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അതിനായിട്ടാണ് ഈ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ രംഗത്തിറക്കിയതെന്നാണ് പറയുന്നത്. ഏതായാലും കേരളത്തിൽ മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മുൻപ് BJPയുടെ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിക്കഴിഞ്ഞു. അവർ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു.